എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. രണ്ട് തലത്തിലും, കോടതിയിലൂടെയും ഔട്ട് ഓഫ് കോർട്ടിലും. ഇരു സംസ്ഥാനങ്ങൾക്കും വിജയവും പരാജയവും അല്ല ഇവിടെ ആവശ്യം. ഇരുവശത്തിൻ്റെയും കാര്യങ്ങൾ പരിഹരിക്കലാണ് ആവശ്യം. തമിഴ്നാടിന് ആവശ്യം വേണ്ടത് ജലലഭ്യതയാണ്. കേരളത്തിന് വേണ്ടത് ഒരു സേഫ്റ്റി മെഷർമെൻറ്റിൽ ഡാം ഉണ്ടാകുക എന്നുള്ളതാണ്. ആർക്കും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കണക്കല്ല. ഈ വിഷയം ഇപ്പോൾ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് വരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു യുദ്ധം? ആരാണ് കേരളത്തിൽ ഇതിനെ എതിർക്കുന്നത്? ഏതെങ്കിലും നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ സർക്കാരിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടോ, തിരുത്തണോ പറഞ്ഞാൽ അതും പരിശോധിക്കും. ഇവിടെ അങ്ങനെ വ്യത്യസ്തമായ ആംഗിളിൽ പോകേണ്ട ഒരു സ്ഥിതിയില്ല. ഞാൻ ആശങ്ക പരത്തുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു. അതെ, മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ഭീതി പരത്തുന്ന തലത്തിലുള്ള ഇത്തരം സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ആശങ്ക പരത്തുന്നതാണെങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് എൻ്റെ വാദം. അല്ല, താങ്കൾ പറയുന്നത് ആശങ്ക വേണ്ട എന്ന് താങ്കൾ പറയുന്നത്, പക്ഷേ 2011 താങ്കളുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിക്കൊണ്ടല്ല. അല്ല, ഞാനതിൽ ആശങ്ക എന്ന് പറയുന്ന വാക്കും ഭീതി എന്ന് പറയുന്ന വാക്കും രണ്ടാ. ഒരാളിൽ ഭീതി ജനിക്കുക, ഭീതി ജനിക്കുന്ന തലത്തിലുള്ള പ്രചാരണങ്ങൾ കണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് എൻ്റെ വാദം. അല്ലാതെ ആശങ്ക ഇപ്പോഴും ഉണ്ട് മുല്ലപ്പെരിയാർ ഡാം. അത് ഓരോ ജനങ്ങളിലും രൂപപ്പെട്ടു വരുന്ന പ്രശ്നങ്ങളില്ലേ. ഈ ഡാം പുതിയതുണ്ടാകണം എന്ന ആവശ്യം തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും ആ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ടെന്നും നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് ആവശ്യമാണെന്നും ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ആ നില ചിത്രീകരിക്കുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും അതിന് ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം. ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാനും. ഞാനെന്ന സമരം 10-12 ദിവസം കിടന്നല്ലേ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ മാത്രമല്ലല്ലോ. അതനുസരിച്ച് ഇത്രയും വർഷങ്ങൾ കടന്നു. വീണ്ടും ഡാമിൻ്റെ പ്രായം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും നമ്മളിത് ആവശ്യപ്പെടുന്നു, കോടതിയിലേക്കും പോകുന്നു. ഇപ്പോൾ നമുക്ക് വയനാടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിന് കുറേ കൂടി ഇടപെടാനുള്ള സാഹചര്യം കൂടി രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിനെയും പോസിറ്റീവായി കണ്ട് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ കാര്യം ചെയ്ത് ജനങ്ങളെ സുരക്ഷാ വലയത്തിൽ കൊണ്ടുവരിക, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടും സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും. അതൊരു ഇഞ്ച് പോലും മോശം വരാതെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അന്ന് പ്രളയം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ 2018-19 ഈ ഇൻ്റർവ്യൂവിൽ ഞാനിവിടെ ഇരിക്കുമെന്ന് അങ്ങനെ എനിക്ക് അന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞാനൊക്കെ തീർന്നെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ മീഡിയ ഉൾപ്പെടെ എല്ലാ മീഡിയയും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മീഡിയയിൽ കൂടെ അവിടുന്ന് ഒരു വാർത്ത പുറത്തോട്ട് പുറലോകത്തെ അറിയിക്കാൻ നമുക്ക് പറ്റാതെ പോയി. എല്ലാ കമ്മ്യൂണിക്കേഷനും വിട്ടു. ഒരു 10-12 മണിക്കൂറും കൂടി തുടർച്ചയായി മഴ പെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടെ സംഭവിക്കാൻ പോകുന്നത്? മുല്ലപ്പെരിയാർ സ്പില്ല് ചെയ്ത് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം താഴേക്ക് വിട്ട് ആലുവ ഉൾപ്പെടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. നമുക്ക് വല്ലാത്ത അന്തരീക്ഷം ഉണ്ടായി. അന്നുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് ചിത്രം. കാരണം എന്താ, ഒരു 90 mm, 100 mm, 110 mm ഒക്കെ പെയ്യുമ്പോൾ കനത്ത മഴയാണ്. ഇന്നത് 200 mm, 300 mm ഒക്കെ പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും പുതിയ ഡാം ഉണ്ടാകുന്നതിന് വേണ്ടിയുമുള്ള ശ്രദ്ധാപൂർവമായ നീക്കമാണ് ഗവൺമെൻറ്. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് തമിഴ്നാടിനാണ് അത് ബോധ്യപ്പെടേണ്ടത്. അതിനുള്ള അവസരം കാരണം അവർക്ക് ജലലഭ്യത വേണ്ടേ? ഈ ഡാമല്ലേ അവരുടെ ജലം ലഭിക്കുന്നതിന് വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് വെള്ളം ഉണ്ടാവും? അതവർക്കും ബോധ്യപ്പെടണം. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവർക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഡാം വേണമെന്ന് തന്നെയാണല്ലോ. ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും കഴിയുന്നത്ര പോസിറ്റീവായി കണ്ടുകൊണ്ടുപോകാൻ ജനങ്ങൾ ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ വരുമ്പോൾ അതുമായി തന്നെ ബന്ധപ്പെട്ട് ചിന്തിച്ച് ഒരു ഭീതിയിലാകരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യതയോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡാം ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ലവലേശം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊരു പാർട്ടിക്കും ഒരു സമൂഹത്തിൽ ഒരു തലത്തിലുള്ള ഇടപെടൽ അതിനെതിരായിട്ട് കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ ആ ആംഗിളിലേ കാണേണ്ടതായിട്ടുള്ളൂ. സമരങ്ങളൊക്കെ ഉണ്ടാകും, അതിനോടൊന്നും നമുക്ക് ഒരു എതിരഭിപ്രായമോ ഒരു തെറ്റായ ഇൻഡിക്കേഷൻസോ ഒന്നുമില്ല. അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ അതിനോടൊപ്പം സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം ജനങ്ങൾ. അതാണ് നമ്മുടെ ഒരു ആവശ്യം. ആ നിലയിലും കൂടി ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പ്രചാരണം വസ്തുതാപരമല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കത്തക്ക തലത്തിലുള്ളത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണമെന്നാണ് വിനയപൂർവ്വമായ എൻ്റെ അപേക്ഷ. ശരി, നന്ദി. ഇത്രയും സമയം ഞങ്ങളുടെ ക്യാമ്പയിനിൽ പങ്കുചേർന്നത്.